ദുബായിലെ സുപ്രധാന പാതകളിലൊന്നായ സുഖീം സ്ട്രീറ്റിന്റെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കരാറിന് ദുബായ് RTA അംഗീകാരം നൽകി. താമസയിടങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന 2 മില്യൺ ജനസംഖ്യയുള്ള മേഖലകൾക്ക് ഈ പദ്ധതി പ്രയോജനം ചെയ്യും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡും അൽഖേൽ റോഡും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്ന സുഖീം സ്ട്രീറ്റ് വികസന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിനും അൽഖേൽ റോഡിനും ഇടയിലുള്ള യാത്രാസമയം 9.7 മിനിറ്റിൽ നിന്നും 3.8 മിനിറ്റായി കുറയുമെന്നാണ് കണക്കാക്കുന്നത്. ഷെയ്ഖ് സായിദ് റോഡ്, അൽഖേൽ റോഡ്, മുഹമ്മദ് ബിൻ സായിദ് റോഡ്, എമിറേറ്റ്സ് റോഡ് എന്നീ 4 പാതകളുമായി സുഖീം സ്ട്രീറ്റിനെ ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. 800 മീറ്റർ ദൈർഘ്യമുള്ള ടണൽ ഉൾപ്പെടെ 4.6 കിലോമീറ്റർ ഇരുദിശകളിലേക്കും 4 വരികളുള്ള പാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ സുഖീം സ്ട്രീറ്റിന്റെ ശേഷി മണിക്കൂറിൽ 16,000 വാഹനങ്ങളായി ഉയരും. 332 മില്യൺ ദിർഹമാണ് പദ്ധതി ചെലവ്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശാനുസരണം ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതിക്ക് ദുബായ് RTA അംഗീകാരം നൽകിയത്. അമൃത ന്യൂസ്, ദുബായ്.